الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പറഞ്ഞു, തൗബ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൗബ തൂബ എന്നത് ഭാഷയിൽ മംഗളമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഹദീസുകളിൽ സ്വർഗത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെ പേരാണ്, സ്വർഗത്തെ സംബന്ധിച്ച് മൊത്തം വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമാണ് തൂബ. സ്വർഗത്തിലുള്ള വൃക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്. ആർക്ക്? ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ സഹീഫത്തിൽ അമലുകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഏടുകളിൽ ആരാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണുന്നത്, നാളെ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ഏടുകൾ നൽകുമ്പോൾ ആ ഏടുകളിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്തത് രേഖപ്പെടുത്തപ്പെട്ടത് കാണുന്നത് ആരാണോ അവർക്കാണ് തൂബ, സ്വർഗം. നന്മകളുടെ ഏടുകളിൽ, അത് ത്രാസുകളിൽ കനം തൂക്കപ്പെടുന്ന സമയത്ത് നന്മകൾ കൊണ്ട് കനം തൂങ്ങുന്നവർക്കാണ് സ്വർഗമുള്ളത്. ആ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് ഇസ്തിഗ്ഫാർ. ദിക്റുകളുടെ എല്ലാറ്റിന്റെയും അസ്വല് എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഒരു ഇരുത്തത്തിൽ ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്നത്, ദിവസവും ഏറ്റവും അധികം അള്ളാഹുവിനോട് ചോദിക്കാറുള്ളത് ഇസ്തിഗ്ഫാർ ആണ് എന്ന കാര്യം ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇസ്തിഗ്ഫാർ നമ്മുടെ ഏടുകളിൽ എത്ര കണ്ട് അധികരിച്ച് കാണുന്നുവോ അത്ര കണ്ട് നമുക്കത് ഖൈറാണ്. അത് പരലോകത്തും അതുപോലെ തന്നെ ഈ ദുനിയാവിലും ഇസ്തിഗ്ഫാർ നമുക്ക് ഒരുപാട് ഖൈറുകൾ നേടിത്തരും. നമ്മൾ കരുതും നമുക്കുള്ള ഓരോ പ്രശ്നവും പ്രയാസവും എണ്ണി എണ്ണി അള്ളാഹുവിനോട് പറയുന്നത്, അങ്ങനെ പറയാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണിയാ തീരാത്ത അത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും നമ്മുടെ അടുക്കൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ കുറെ എണ്ണി പറയുന്നത് അതല്ല അള്ളാഹുവിന് ഇഷ്ടം. ജവാമിഉകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിലും ദിക്റുകളിലും നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത് ജവാമിഉകളാണ്. കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി ചോദിക്കുന്നത്, നീട്ടിപ്പരത്തി അങ്ങനെ എണ്ണിപ്പറക്കി പറയുന്നതല്ല. അത് പലപ്പോഴും കഥ പറയുന്ന കാഥികന്മാരും ജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുത്ത് പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നവരും അവർക്കുള്ളതാണ് അങ്ങനത്തെ ഒരു രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതല്ല, സ്വഹാബത്തിന്റെ രീതി അതല്ല. ജവാമിഉകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്. ആ ജവാമിഉകളുടെ ജംഉൽ ജവാമി എന്ന് പറയാവുന്നതാണ് ഇസ്തിഗ്ഫാർ.
അതതിന്റെ കോർ കണ്ടന്റാണ്. നമ്മുടെ ദുആകളുടെ, ദിക്റുകളുടെ ഏറ്റവും ബൃഹത്തായ മഹത്തായ സംഗ്രഹമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദുആ നമുക്ക് പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് വമിൻ സയ്യിആത്തി അഅ്മാലിന, നമ്മുടെ അമലുകളുടെ സയ്യിആത്തുകളിൽ നിന്ന്, മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന, നമ്മുടെ സ്വന്തം നഫ്സിന്റെ ശുറൂറുകൾ, നഫ്സുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏൽക്കുന്ന തിന്മകൾ, അപകടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അമലുകളിൽ നമ്മൾ ചെയ്തു വെക്കുന്നതിൽ നമുക്കൊരുപാട് അപകടങ്ങൾ കിടപ്പുണ്ട്. അധികവും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കുന്ന വീഴ്ചകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ കൈകളാൽ വന്നു പോകുന്ന നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്. അത് അന്വേഷിച്ചാൽ കിട്ടുമായിരുന്നു, തിരിഞ്ഞു നോക്കിയാൽ കാണുമായിരുന്നു, കുറച്ചൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മുടേത് ഒരുപാടുള്ളത് കൊണ്ട് ഏത് വഴിക്കാണ് വന്നത് എന്ന് നമുക്ക് പിടുത്തം കിട്ടൂല. സെലഫുകൾക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഏത് വഴിക്കാണ് അപകടം സംഭവിച്ചത് എന്നവർക്ക് തിരിഞ്ഞു നോക്കിയാൽ കിട്ടുമായിരുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ഒരു പ്രയാസം വരുമ്പോ ഏത് വഴിക്കാണ് എനിക്കത് വന്നത്, എന്റെ ഏത് തെറ്റിന്റെ കാരണത്താലാണ് വന്നത് എന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ദുനിയാവിന്റെ കുറെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. അതങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, മറ്റേത് ഇങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ദുനിയാവിന്റെ കുറെ കാരണങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ കൈകളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല. അതാലോചിച്ചാൽ ഒരുപാടുണ്ടാകും. അവ പരിഹരിക്കപ്പെടുന്ന പരിഹാരമെന്ന് പറയുന്നതിൽ ഏറ്റവും വലുത് ഇസ്തിഗ്ഫാറുമാണ്. നമ്മുടെ ചെറിയ ചെറിയ വീഴ്ചകൾ, നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ, അതുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കി തീർക്കാൻ ഈ ദുനിയാവിൽ തന്നെയും ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം ഇസ്തിഗ്ഫാറിന്റേതാണ്. അപ്പൊ ദുനിയാവിലെ കാര്യം അതാണ്, പരലോകത്തെ കാര്യം അതാണ്. ഇനി ഖബറിൽ പോലും അബുൽ മിൻഹാൽ റഹ്മഹുല്ല പറയാറുള്ളത്, ഖബറിൽ തന്റെ കൂടെ ഉള്ള അയൽവാസിയായി ഒരുത്തന് ഏറ്റവും നല്ല അയൽവാസി, അവിടെ അയൽവാസികളില്ല, ഒറ്റപ്പെട്ടാണ് നമ്മളുള്ളത്, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ്. നമ്മുടെ കൂടെ സഹവസിക്കാൻ വരുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. അങ്ങനെ സഹവാസിയായി തന്റെ കൂടെ വസിക്കാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല അയൽവാസി അത് ഇസ്തിഗ്ഫാർ പോലെ വേറൊന്നില്ല എന്നാണ്. ഇസ്തിഗ്ഫാർ പോലെ വേറൊന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ലാ യഖാഫന്ന അഹദുക്കും ലാ യർജുവന്ന അഹദുക്കും ഇല്ലാ റബ്ബ വലാ യഖാഫന്ന ഇല്ലാ ദംബ. ഒരാളും തനിക്കുള്ള ആവലാദികളും വേവലാദികളും പ്രയാസങ്ങളും ആരോട് കൊണ്ടുപോയി പറയും? നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ആരിൽ പ്രതീക്ഷ അർപ്പിക്കും? പടപ്പുകളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ വേദനകളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് വല്ല ഉപകാരമുണ്ടോ? കുറെ നമ്മളെങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കാം, അല്ലെങ്കിൽ ബേജാറാക്കാം, അല്ലെങ്കിൽ അവരൊന്ന് ബേജാറാകാം, വേറൊന്നും ഉണ്ടാക്കാൻ പോണില്ല. അതാണ് അധികം ആളുകളുടെയും അവസ്ഥ. അവരോടാണ് നമുക്ക് വേവലാതി പറയാനുള്ളത്. ലാ യർജുവന്ന അഹദുക്കും ഇല്ലാ റബ്ബ. നിങ്ങൾ ഒരാളും തന്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കരുത്. എല്ലാം റബ്ബിനോടാണ്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും വേവലാതികളും വേദനകളും അള്ളാഹുവിനോട് മാത്രമാണ് എനിക്ക് ആവലാതി പറയാനുള്ളത്. തന്റെ റബ്ബിലല്ലാതെ ഒരാളും പ്രതീക്ഷ വെക്കരുത്. വലാ യഖാഫന്ന ഇല്ലാ ദംബ. സ്വന്തം തെറ്റുകളല്ലാതെ വേറൊന്നിനെ പേടിക്കേണ്ട ദുനിയാവില്ല.
നമ്മളാകെ പേടിച്ച് നടക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും നമുക്ക് പേടിയാണ്, കുടിക്കുന്ന വെള്ളത്തെ പേടിയാണ്, ശ്വസിക്കുന്ന വായുവിനെ പേടിയാണ്. ഇത്ര വലിയൊരു പേടിന്റെ അവസ്ഥ വേറെ വരാനുണ്ട്. ശ്വസിക്കാനുള്ള വായുവിനെ പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? മൂക്കും കെട്ടി നടക്കുന്നത്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തെ പേടിയാണ്, അതുകൊണ്ട് എന്ത് അപകടം സംഭവിക്കുന്നുള്ളത്. ഭക്ഷണങ്ങളോ എല്ലാറ്റിലും പേടിയാണ്. അത് കഴിച്ച കൊളസ്ട്രോൾ കൂടി, മറ്റേത് കഴിച്ച ഷുഗർ കൂടി, ഇത് കഴിച്ച പ്രഷർ കൂടി, ഓരോന്നും ബേജാറായി നടക്കുകയാണ് മനുഷ്യൻ. ഇതിലൊന്നുമല്ല ബേജാറാകേണ്ടത്. സ്വന്തം തെറ്റുകളെ ഓർത്തിട്ട് ബേജാറാവട്ടെ. അതിലാണ് അപകടങ്ങളുള്ളത്. നമുക്ക് ബാധിക്കുന്ന എല്ലാ അപകടങ്ങളും ഈ വരുന്ന ഏറ്റവ്യത്യാസങ്ങളൊക്കെയും അവനവന്റെ തെറ്റുകൾ കൊണ്ടാണ്. അതിനുള്ള പരിഹാരം എന്നുള്ളതിൽ ഏറ്റവും നല്ല പരിഹാരം ഇസ്തിഗ്ഫാർ തന്നെയാണ്. തൂബ ലിമൻ വജദ ഫീ സഹീഫത്തി ഇസ്തിഗ്ഫാറൻ കസീറ. അതുമായിട്ട് നമ്മൾ അല്ലാഹനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഏടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വാക്കുകൾ, നമ്മൾ ഉച്ചരിച്ചിട്ടുള്ള വാക്കുകൾ, അതിൽ ഏറ്റവും കൂടുതൽ എന്താണെന്ന് കണക്കാക്കണം. നമ്മുടെ വാക്കുകൾ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അദീദ് വകുല്ലു സഗീറിൻ വകബീറിൻ മുസ്തത്ർ. എല്ലാ ചെറുതും വലുതും നമ്മൾ ഉച്ചരിക്കുന്ന എല്ലാ വാക്കുകളും, നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മുടെ എല്ലാ ചലനങ്ങളും രേഖപ്പെടുത്തപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ വാക്കുകൾ നമ്മളൊന്ന് ഓരോ ദിവസവും നമ്മൾ പറയുന്നത്, ആ പറയുന്ന വാക്കുകളിൽ എന്താണ് അധികം വ്യർത്ഥമായതോ അല്ല നമുക്ക് അപകടം വരുത്തുന്നതോ ശരിക്കൊന്ന് തൂക്കി കണക്കാക്കിയിട്ട് വേണം വാക്ക് പുറത്തേക്ക് കൊടുക്കാൻ. നമ്മുടെ വലിയൊരു ഇടപാടാണ് നമ്മുടെ വായ കൊണ്ട് നടത്തുന്ന, നാവ് കൊണ്ട് നടത്തുന്നത്. നാവ് കൊണ്ടുള്ള ഇടപാട്, നാവ് കൊണ്ട് നമ്മൾ ഒരു കൊയ്ത്താണ് നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുപയോഗിച്ച വാക്കതാണ്. അവനവൻ നാവ് കൊണ്ട് കൊയ്തെടുക്കുന്നത്. ഹസായിദ് അൽസിനത്തിഹിം. നരകത്തിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ മുഖം കുത്തി വീഴ്ത്തുന്ന കാര്യം ഇല്ല ഹസായിദ് അൽസിനത്തിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുക്കുന്നതല്ലേ. ഇത്ര മൂർച്ചയുള്ളൊരു വാള് വേറുണ്ടോ? അതുകൊണ്ട് കൊയ്തെടുക്കുന്നത് അവനവനെതിരിലാണ്. അതുകൊണ്ട് നാവുകൊണ്ട് കൊയ്തെടുക്കുന്നത് എന്താണ്? ആ കൊയ്ത്ത് ശരിക്കും പരിശോധിക്കണം. അത് അളന്നും തൂക്കിയും വേണം നമ്മൾ ഇടപാട് നടത്താൻ. തനിക്ക് ലാഭകരമാകുമോ അല്ല തനിക്ക് നഷ്ടമായി പോകുമോ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് വേണം അത് പുറത്തെടുക്കാൻ. വരുന്ന വീഴ്ചകളെല്ലാം, നമ്മുടെ കൈകളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അപകടങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ ഏറ്റവും നല്ല പരിഹാരവും നമ്മുടെ ഖബറുകളിലെ ഏറ്റവും നല്ല കൂട്ടാളിയും നമുക്ക് പരലോകത്ത് നമ്മുടെ ഏടുകളിൽ ഏറ്റവും നിറക്കാവുന്ന, ഏറ്റവും നല്ല ഭാരം നൽകുന്ന, നന്മകൾക്ക് ഭാരം നൽകുന്ന, തിന്മകളെ മായ്ച്ചു കളയുന്ന ഏറ്റവും നല്ല ഉപയുക്തമായ, ഉപകാരപ്രദമായ വാക്കുകളും അത് ഇസ്തിഗ്ഫാറാണ്. തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ സഹീഫത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ കാണുന്നുവോ അവനാണ് തൂബ. നസ്തഗ്ഫിറുല്ലാഹ് വനതൂബു ഇലൈഹി വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ